പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും തെഹ്രിക്കെ ഇൻസാഫ് നേതാവുമായ ഇമ്രാൻഖാൻ റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ. ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായ വിവരം പാക് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. പാക് ചാരസംഘടനയായ ISI ആണ് ഇമ്രാൻഖാനെ കൊലപ്പെടുത്തിയതെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം പാക് സർക്കാരോ ജയിൽ അധികൃതരോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. 73-കാരനായ ഇമ്രാൻഖാൻ അഴിമതി കേസിൽപ്പെട്ട് 2023 മുതൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ഇമ്രാൻഖാന്റെ കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ ജയിൽ അധികൃതർ അനുവാദം നൽകിയില്ലെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പ്രചരിച്ചത്. ഇമ്രാൻഖാനെ കാണണമെന്നാവശ്യപ്പെട്ട് അഡിയാല ജയിലിന് മുന്നിൽ പ്രതിഷേധിച്ച അദ്ദേഹത്തിന്റെ സഹോദരിയെ ബലപ്രയോഗത്തിലൂടെ നീക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇമ്രാൻഖാൻ വധിക്കപ്പെടുകയാണെങ്കിൽ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിമാരായിട്ടുള്ള ലിയാഖത്ത് അലി ഖാൻ, ദുൽഫിക്കർ അലി ഭൂട്ടോ, ബേനസീർ ഭൂട്ടോ തുടങ്ങിയവർക്ക് സംഭവിച്ച അതേ കാര്യം തന്നെയാണ് ഇമ്രാൻഖാന് സംഭവിക്കുന്നത്. ഇവരെയൊക്കെ വധിച്ചത് പാകിസ്ഥാൻ പട്ടാളമാണ്. ഇമ്രാൻഖാനെ വധിക്കാൻ ശ്രമിക്കുന്നത് ആസിഫ് മുനീറാണ്. ഇമ്രാൻഖാൻ പാകിസ്ഥാന്റെ ലാഹോറിൽ ഷൗക്കത്ത് ഖാനും മെമ്മോറിയൽ ക്യാൻസർ ഹോസ്പിറ്റലൊക്കെ തുടങ്ങിയ വ്യക്തിയാണ്. ഇമ്രാൻഖാൻ യഥാർത്ഥത്തിൽ ഒരു പഷ്തൂൺ ട്രൈബിൽ പെടുന്ന ആളാണ്. എന്നാൽ പാകിസ്ഥാൻ ആർമി ചീഫ് പഞ്ചാബി റീജിയനിൽ പെടുന്നവരാണ്. ഈ പാകിസ്ഥാൻ പഞ്ചാബികൾക്ക് പഷ്തൂണുകൾ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നം പണ്ട് മുതലുണ്ടായിരുന്നു. 2022 ആണ് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായത്. ഏപ്രിൽ മാസം 2022 ഏപ്രിലാണ് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായത്. അതിനുശേഷം 2022 നവംബറിൽ തന്നെ ഇമ്രാൻഖാനെതിരെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് അദ്ദേഹം വളരെ ഭാഗ്യവശാൽ രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് 2023 അദ്ദേഹത്തെ പാകിസ്ഥാൻ കോടതി അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ പേരിൽ 186ഓളം കേസുകൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. ഈ കേസുകളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഇമ്രാൻഖാൻ പറയുന്നത്. പിന്നീട് ഇമ്രാൻഖാന്റെ പൊളിറ്റിക്കൽ പാർട്ടിയല്ല തെഹ്രിക്കെ ഇൻസാഫ് പാർട്ടിക്ക് ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള കോൺഫിഡൻസ് വോട്ട് പരാജയപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുകയും പിന്നീട് അദ്ദേഹത്തെ ജയിലിൽ അടക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായിട്ടുള്ള ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളാണ് ഇമ്രാൻഖാൻ. 1992 പാകിസ്ഥാന് വേൾഡ് കപ്പൊക്കെ നേടിക്കൊടുത്തിട്ടുള്ള ഒരു ഓൾറൗണ്ടറാണ് ഇമ്രാൻഖാൻ.